ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ നമ്മുടെ സ്വന്തം ഡോൺലി മാമന്റെ ദ ബ്രോസ് എന്ന അടിപൊളി കോമഡി സിനിമയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല നല്ല കമന്റ്സ് ഇടാനും മറക്കല്ലേ പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഇല്ലെങ്കിൽ രാത്രിയുടെ നീണ്ട യാമത്തിൽ എല്ലാത്തിനും കൊതു കടിക്കും പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പ്രായമായ ഒരു മനുഷ്യൻ തടിയിൽ എന്തോ കൊത്തി കൊത്തി വെക്കുന്നതാണ്. അങ്ങനെ കൊത്തി കൊത്തി അദ്ദേഹം മരിച്ചു വീഴുന്നു. കൊറിയയിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് പണക്കാരനായ ഒരു രാജ്യസ്നേഹി അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തായ രണ്ട് സ്വർണ്ണ ബുദ്ധ പ്രതിമകളെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായി സംഭാവന നൽകാൻ തീരുമാനിച്ചു. അത് കൊടുക്കാനുള്ള യാത്രയിൽ ഒരു ജപ്പാൻ പട്ടാളക്കാരൻ അദ്ദേഹത്തെ കുത്തി. എന്നാൽ മരിക്കുന്ന സമയത്തും ആ രണ്ട് ബുദ്ധ പ്രതിമകളും എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഇന്ന് ആ രണ്ട് ബുദ്ധ പ്രതിമയ്ക്കും 10 മില്യൺ വോൺ മൂല്യമുണ്ട്. അതായത് ഏകദേശം 63 കോടി രൂപയോളം വരും. എനിക്കിങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലെ പൈസ കേൾക്കുമ്പോൾ അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ രണ്ട് ബുദ്ധ പ്രതിമകളും ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് വേറെ ആരുമല്ല, ഈ സിനിമയുടെ തുടക്കത്തിൽ മരിച്ച മനുഷ്യന്റെ മൂത്ത മകനായ ഡോൺലിയാണ്. ആളൊരു ഹിസ്റ്ററി അധ്യാപകനാണ്. മിക്ക ഹിസ്റ്ററി ക്ലാസ്സിലെയും അവസ്ഥ തന്നെയാണ് ഇവിടെയും. മൊത്തം ക്ലാസ്സിലുള്ളത് 4ഉം 3ഉം 7ഉം 1ഉം 8 പേരാണ്. അതിൽ ഫ്രണ്ട് ബെഞ്ചിൽ പഠിപ്പിയിരിപ്പുണ്ട്. സൈഡിൽ ആരെയും ശല്യപ്പെടുത്താതെ രണ്ട് ഇണക്കുരുവികൾ അവരുടേതായ ലോകത്ത് പാറിപ്പറന്ന് നടക്കുന്നു. ഒരു പെണ്ണാണെങ്കിൽ ഡോൺലിമാമന്റെ പടത്തിന് ബ്രൂട്ടീഷൻ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ഇനിയാണ് രണ്ടാമത്തെ മകനായ ലീയെ കാണിക്കുന്നത്. അവന്റെ കമ്പനി ആൻഡോങ്ങിനും സോളിനെയും ബന്ധിപ്പിച്ച് പുതിയൊരു ഹൈവേ പണിയാൻ പോവുകയാണ്. ലീ അവന്റെ പ്ലാൻ പറയുന്നു. അവിടെയുള്ള ഒരു മൗണ്ടൈന്റെ ഭാഗത്തൂടെ റോഡ് പണിയാൻ രണ്ട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, പറഞ്ഞ സമയത്ത് പണി തീർക്കാം. രണ്ട്, 50 മില്യൺ വോൺ ലാഭിക്കാം. ഇത് കേട്ട ബോസിന് പ്ലാൻ ഇഷ്ടപ്പെടും. എന്നാൽ ഇത് കേട്ട കോ എന്നൊരാൾ, ഈ മൗണ്ടൈന്റെ ഭാഗത്തൂടെ പണിയാതെ അതിന്റെ അടുത്തുള്ള ഭൂമിയിലൂടെ പണിതൂടെ എന്ന് ചോദിക്കും. ഉടനെ ലീ, അത് പറ്റില്ല, അവിടെ ചില കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് മറുപടി പറയും. എന്നാൽ കോയുടെ പ്ലാൻ വേറെയാണ്. മൗണ്ടൈനിലൂടെ റോഡ് പണിയാതെ താഴെയുള്ള ആ ഭൂമിയിലൂടെ പണിതാൽ 100 മില്യൺ വോൺ ലാഭിക്കാം. ഇത് കേട്ട സെക്രട്ടറിക്ക് ലീയുടെ പ്ലാനാണ് ഇഷ്ടപ്പെടുന്നത്. അവൾ അത് ബോസിനോട് പറയുമ്പോൾ ബോസ് അത് എതിർക്കും. നീ എന്താ ഈ വഴി നേരത്തെ ആലോചിക്കാത്തതെന്ന് ചോദിച്ച് അദ്ദേഹം ലീയോട് ദേഷ്യപ്പെടും. ഡോൺലി ആകട്ടെ പുതിയൊരു മിഷനായുള്ള തയ്യാറെടുപ്പിലാണ്. മ്യാൻമാറിൽ ഒരു നിധി ഭൂമിക്കടിയിലുണ്ട്. അത് കണ്ടെത്താനായി ഒരു എക്യുപ്മെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്താണ് അത് വാങ്ങിയത്. അതിപ്പോൾ എത്തിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് മ്യാൻമറിൽ നിധി ഉണ്ടെന്ന് പറയുന്നതിൽ അത്ര വിശ്വാസമൊന്നുമില്ല. എന്നാൽ ഡോൺലിയും അദ്ദേഹത്തിന്റെ പ്രൊഫസറും അത് വിശ്വസിച്ച് അത് കുഴിച്ചെടുക്കാനുള്ള പ്ലാനിലാണ്. 2 മില്യൺ വിലയുള്ള നിധി കണ്ടുപിടിക്കാൻ 100 മില്യൺ മുടക്കാൻ വട്ടാണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ, നഷ്ടപ്പെട്ട 3 കോടിക്ക് വേണ്ടി 5 കോടി മുടക്കാനും മടിയില്ല എന്ന ലൈനിലാണ് നമ്മുടെ ഡോൺലി. ഡോൺലിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു നിധി കണ്ടെത്തിയാൽ അത് മ്യൂസിയത്തിൽ വെക്കും. അത് കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തും. ഈ നിധി കണ്ടെത്തിയ ആളെന്ന നിലയിൽ ഡോൺലിയുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതോടെ പുല്ല് വില പോലും തരാത്ത വീട്ടുകാരൊക്കെ നമ്മളെ ഓർത്ത് അഭിമാനിക്കും. മാത്രവുമല്ല, കണ്ടെത്തിയ നിധിക്ക് ഗവൺമെന്റിൽ നിന്ന് നല്ല സമ്മാനവും കിട്ടും. കഷ്ടകാലം പിടിച്ചവൻ തല മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന പോലെ 10 മില്യൺ ലോൺ എടുത്ത് വാങ്ങിയ എക്യുപ്മെന്റ് വന്നപ്പോഴാണ് മ്യാൻമാറിൽ കലാപം നടക്കുന്ന വാർത്ത കാണുന്നത്. ടെൻഷനായ ഡോൺലി ഉടനെ പ്രൊഫസറെ വിളിച്ച്, മണ്ണിനടിയിലെ നിധി അറിയാവുന്ന തനിക്ക് നടക്കാൻ പോകുന്ന ലഹളയെക്കുറിച്ച് അറിയില്ലായിരുന്നോ? ലോൺ എടുത്ത എക്യുപ്മെന്റ് വാങ്ങിയത്, അതാണെങ്കിൽ തിരിച്ചെടുക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറുന്നു. അപ്പോഴാണ് ഫോണിൽ അച്ഛന്റെ മരണവാർത്ത മെസ്സേജായി വരുന്നത്. അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലേക്ക് പോവുകയാണ് ഡോൺലി. ഇതിനിടയിലും നേരത്തെ വാങ്ങിയ എക്യുപ്മെന്റും മറിച്ച് വിൽക്കാനുള്ള പ്ലാനിലാണ്. 100 മില്യൺ കൊടുത്ത് വാങ്ങിയ സാധനത്തിന് വെറും 30 മില്യൺ വിലയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. ഡോൺലിയുടെ അനിയൻ ലീയും ചടങ്ങിനായി നാട്ടിലേക്ക് വരികയാണ്. ഇവന്റെ പ്ലാൻ കാരണം കമ്പനിക്ക് ഒരുപാട് നഷ്ടമുണ്ടായി എന്നും പറഞ്ഞ് ബോസ് ചീത്ത പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ, അനിയനും ചേട്ടനും ഓരോ പ്രശ്നങ്ങളിലാണ്. ബസ് ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ ഡോൺലി അനിയനെ കാണുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് യാത്ര. അനിയനും ചേട്ടനും തമ്മിൽ അത്ര സ്നേഹത്തിലൊന്നുമല്ല. ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, നീ വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടും കൂടെ അടിയാവുന്നുണ്ട്. നിന്റെ അച്ഛൻ ചേട്ടനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്നും ചോദിച്ച് ഡോൺലി അനിയന്റെ ചെവിക്ക് പിടിക്കുന്നു. അപ്പോൾ അനിയൻ, നിന്റെ അച്ഛൻ നിന്നെ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് ഡോൺലിയുടെ മുടിക്കും പിടിക്കുന്നുണ്ട്. ജസ്റ്റ് സിബ്ലിംഗ് തിങ്സ്. അങ്ങനെ രണ്ടും കൂടെ അടിയിട്ട് വഴിയിൽ എന്തിനെയോ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇവർ അവിടെയെല്ലാം നോക്കുമ്പോഴാണ് അനിയൻ നിലവിളിക്കുന്നത്. നീ എന്തിനാടാ അമ്മുക്കെ നിലവിളിച്ച് എന്നെ കൂടെ പേടിപ്പിക്കുന്നതെന്ന് ഡോൺലി ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഇവർ ഇടിച്ചിട്ടത് ഒരു സ്ത്രീയെയാണ്.
അനിയനാണെങ്കിൽ പേടിച്ച് അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഡോൺലി എമർജൻസിയിൽ വിളിച്ചിട്ട് ഞങ്ങൾ വഴിയിൽ ഒരാളെ ഇടിച്ചിട്ടു എന്ന് പറഞ്ഞതും അത്രയും നേരം പേടിച്ച് അനങ്ങാൻ പറ്റാതെ ഇരുന്ന അനിയൻ ഓടി വന്നിട്ട് ഞങ്ങൾ ഇടിച്ചിട്ടതാണോ അതോ നേരത്തെ ആരെങ്കിലും ഇടിച്ചിട്ടതാണോ അതോ ഇവര് സ്വയം ഇടികൊണ്ട് കിടക്കുകയാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഉടനെ എമർജൻസിയിലെ ആള് പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിർദ്ദേശിക്കുന്നു. ഈ സമയം ഡോൺലിക്ക് അവരുടെ ബാഗിൽ നിന്ന് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. രണ്ടും കൂടെ ഒരു വിധത്തിൽ ആ സ്ത്രീയെ താങ്ങിയെടുത്ത് കാറിലിരുത്തുന്നു. ഇതിനിടയിലും അവരുടെ തല കാറിന്റെ ഡോറിൽ ഇടിക്കുന്നുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ ബോധം വന്ന സ്ത്രീ എന്റെ തല എന്ന് പറയുമ്പോൾ ഹെഡ് എന്നുള്ളത് ബെഡ് എന്നാണ് ഡോൺലി കേൾക്കുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുന്ന അവരോട് ആ സ്ത്രീ ഞാൻ സോളിലാണ് ജനിച്ചത് എന്ന് പറയുന്നു. ഉടനെ അനിയൻ ഇപ്പോൾ എവിടെയാണ് ഇറക്കി വിടേണ്ടത് എന്ന് തിരക്കുന്നു. നിങ്ങൾ പോകുന്ന വഴിക്ക് ഇറക്കിയാൽ മതി, ഇപ്പോൾ എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് ആ സ്ത്രീ മറുപടി കൊടുക്കും. പുറത്തേക്ക് നോക്കിയിട്ട് പുറത്തെ മണം എത്ര നല്ലതാണ്, അതായത് പൂക്കളുടെയും ഭക്ഷണത്തിന്റെയും ഒക്കെ മണം എന്ന് പറയുമ്പോൾ ഡോൺലി അനിയനോട് നീ കാറുകൊണ്ട് ഇടിച്ചുകൊണ്ട് ഇവരുടെ സമനില തെറ്റിയെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അനിയൻ ഞാൻ ഒറ്റയ്ക്കല്ല നീയുമുണ്ട് എന്ന് ദേഷ്യപ്പെടുന്നു. വഴിയിലിറങ്ങിയ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന ഡോൺലി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാനായി കാർഡ് കൊടുക്കുന്നു. അനിയന് അതിലത്ര താല്പര്യമില്ല. കാർഡ് വാങ്ങി ആ സ്ത്രീ ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു. വീടിന് മുന്നിലെത്തിയ രണ്ടുപേരും കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർക്കുകയാണ്. ഇവരുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് അച്ഛൻ ഡോൺലിയെ അടിച്ചിട്ട് ഞാൻ മരിച്ചാൽ പോലും നീയൊന്നും ഇനി ഇവിടെ കാലി കുത്തരുതെന്ന് ദേഷ്യപ്പെടുന്നു. അമ്മ ഇവിടെ ഒരു അടിമയെ പോലെ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഡോൺലി തിരിച്ചു പറയുമ്പോൾ നിന്നെയൊക്കെ എത്ര തവണ വിളിച്ചു എന്നിട്ട് ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല എന്നൊരു അമ്മാവൻ ദേഷ്യപ്പെടുന്നു. ഞങ്ങളെ ആരും വിളിച്ചില്ല എന്ന് അനിയനും തിരിച്ചു പറയുന്നു. അമ്മ മരിക്കാൻ കാരണം അച്ഛനാണ്. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പകരം ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി എന്ന് സങ്കടപ്പെട്ട് ഡോൺലി പറഞ്ഞിട്ട് താഴെ നിന്ന് മണ്ണ് വാരി അച്ഛനെ എറിയുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കുടുംബക്കാരെല്ലാം കൂടെ ചേട്ടനെയും അനിയനെയും എടുത്തിട്ട് പെരുമാറുന്നു. ഇതിനിടയിൽ ആ പോലീസുകാരൻ കസിൻ ഷോഗൺ വെച്ച് ഡോൺലിയെ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നത്തിൽ ഇവിടെ നിന്നും പോയ ഇവർ ഇപ്പോൾ അച്ഛന്റെ മരണശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അച്ഛന്റെ മരണത്തിൽ രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ട്. അവിടേക്ക് വന്ന ആ കസിൻ പോലീസുകാരൻ അനിയനെ ഹഗ് ചെയ്യുമ്പോൾ അവന് വലിയ മൈൻഡൊന്നുമില്ല. ഡോൺലിയെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ അന്ന് നീ തന്ന ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ഡോൺലി പറയുന്നു. സ്വന്തം ഇഷ്ടത്തോടെ മരിച്ചവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവരുടെ ആചാരപ്രകാരമുള്ള ഒരു വെള്ള വസ്ത്രം ധരിക്കണം. അത് ഇവർക്ക് ധരിക്കാനായി കൊണ്ടുകൊടുക്കുന്നു. എന്നാൽ രണ്ടുപേരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുകയാണ്. ഇത് കണ്ട അമ്മാവന്മാർ ഇങ്ങനെ ചെയ്യരുത്, ഇനി നിങ്ങളിൽ ഒരാളാണ് ഈ കുടുംബത്തിലെ മൂത്ത സണ്ണാകേണ്ടതെന്ന് ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട ഇവരുടെ ബന്ധുസ്ത്രീ വേഗം ആ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുന്നു. ഉടനെ അമ്മാവൻ സ്ത്രീകളുടെ ശബ്ദം ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടും. ഈ കുടുംബം ഇപ്പോഴും പഴയ കാലത്ത് ജീവിക്കുന്നവരാണ്. ഏതോ വലിയ കുടുംബക്കാരൊക്കെയാണ് കേട്ടോ. ഇവരുടെ വീട്ടിൽ ഒരു വലിയ റൂമുണ്ട്. അതിന്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നാഷണൽ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ആ ബോർഡ് പ്രദർശിപ്പിക്കും. ഡോൺലിയും പോലീസുകാരനും അത് നോക്കി നിൽക്കുകയാണ്. ഇതിന് എന്ത് വില വരുമെന്ന് ഡോൺലി തിരക്കുന്നു. കൂടാതെ ഇതുപോലെ വില പിടിച്ച വേറെയും സാധനങ്ങളുണ്ടോ എന്ന് ചോദിക്കും. സംശയത്തോടെ അവനെ നോക്കുന്ന പോലീസുകാരനെ നോക്കി എൻ്റെ അച്ഛൻ്റെ മരണച്ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ മോഷ്ടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പോലീസായ എന്നെ പറ്റിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പോലീസുകാരൻ പറയുന്നു. പോലീസുകാരന് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ഇവർ ആ മുറിയിൽ കയറുന്നു. അതിനകത്ത് വില പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ വില ഡോൺലി തിരക്കുന്നത് കേട്ട് അപ്പൂപ്പൻ രണ്ടിനെയും അടിച്ച് വെളിയിലാക്കുന്നുണ്ട്. രാത്രിയിൽ അനിയനും ചേട്ടനും കൂടെ സംസാരിക്കുമ്പോൾ വീണ്ടും അടിയാകും. ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചത് ഞാനാണെന്ന് ഡോൺലി സങ്കടപ്പെടുന്നു. നീയോ? നിനക്ക് മാത്രമാണ് എല്ലാം കിട്ടിയത്. നീ ഓരോ പ്രശ്നത്തിൽ ചാടി പൈസ കളയുമ്പോഴെല്ലാം ഈ കുടുംബം നിന്നെ സഹായിച്ചിട്ടുണ്ട്. 4 തവണ തോറ്റ നിന്നെയാണ് വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത്. ആദ്യ ശ്രമത്തിൽ ജയിക്കുന്ന ഞാൻ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ കല്യാണത്തിന് വെച്ച പൈസ വരെ നശിപ്പിച്ച് എൻ്റെ കല്യാണം വരെ മുടക്കാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് അനിയൻ ദേഷ്യപ്പെടുന്നു. ഉടനെ ഡോൺലി നിന്നേക്കാളും പണത്തെ സ്നേഹിച്ച ആ പെണ്ണ് പോയത് നന്നായി എന്ന് പറയുമ്പോൾ അനിയൻ ഇങ്ങനെ പെരുവലിൽ നിന്ന് പെരുത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് ഡോൺലിയെ വണ്ടി ഇടിപ്പിച്ച ആ പെണ്ണ് വിളിക്കുന്നത്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നവൾ പറയുമ്പോൾ അനിയൻ പെട്ടെന്ന് ഫോൺ വാങ്ങി പലതവണ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞതല്ലേ, ഇനി ഞങ്ങൾക്കറിയണ്ട എന്ന് ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറാതെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നവൾ പറഞ്ഞതും പെട്ടെന്ന് കാറ്റൊക്കെ ആഞ്ഞു വീശുന്നു. അപ്പോഴാണ് പുറത്തൊരാൾ എന്തൊക്കെയോ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത്. ഇത് കണ്ട ഡോൺലി ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല എന്ന് പുച്ഛിക്കുമ്പോഴാണ് അയാളോട് അമ്മാവന്മാർ ആരാണെന്ന് തിരക്കുന്നത്. ഉടനെ അയാൾ ഇവിടെ നിങ്ങളുടെ പൂർവികരല്ല ഒരു പ്രേതമുള്ള പോലെ
പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണം മാത്രം തന്നാൽ മതി, ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ പോലീസുകാരനും ഭാര്യയും കൂടെ സംസാരിക്കുകയാണ്. ഇത് അവിടേക്ക് വന്ന ഡോൺലി കേൾക്കുന്നു. ഈ താക്കോലുകൾ എന്താ അവരെ ഏൽപ്പിക്കാത്തതെന്ന് അവൾ തിരക്കുന്നു. എന്നിട്ട് രണ്ടും കൂടെ ഡോൺലിയുടെയും അനിയന്റെയും കുറ്റം പറയുകയാണ്. ഇതിനിടയിൽ ഭാര്യ പോലീസുകാരനോട് നിനക്ക് ഫസ്റ്റ് സൺ ആവാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു കുടയൊക്കെ ചൂടി നേരത്തെ വണ്ടി ഇടിച്ച ആ പെണ്ണ് അവിടെ ഇരിക്കുന്നത് കണ്ട് ഡോൺലി ഞെട്ടുന്നത്. ഓരോന്ന് സംസാരിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ഡോൺലി അവളെ റോറ എന്ന് വിളിക്കുന്നത്. എന്റെ പേരെങ്ങനെ മനസ്സിലായി എന്നവൾ ചോദിക്കുമ്പോൾ ഇവൻ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരു കാർഡ് കണ്ടില്ലേ, അങ്ങനെ മനസ്സിലാക്കിയതാണ്. എനിക്ക് എന്റെ പേര് പോലെ ചൂടെടുക്കുന്നു, നമുക്ക് കുറച്ച് തണുപ്പ് കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് അവൾ മുൻപോട്ട് നടക്കുമ്പോൾ ഈ -10 ഡിഗ്രി ഒന്നും ഒരു തണുപ്പല്ലേ എന്ന് ചോദിച്ച് ഡോൺലി ആശ്ചര്യപ്പെടുന്നുണ്ട്. റോറ ഡോൺലിയെ കൊണ്ട് ഒരു കുന്നിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അതിലവൾ ഡോൺലിയെ കൊണ്ട് ആടിപ്പിക്കുന്നു. നിനക്ക് എന്താണ് ജോലി എന്നവൾ തിരക്കുമ്പോൾ ഹിസ്റ്ററി അധ്യാപകനും എക്സ്പ്ലോററും ഒക്കെയാണ് എന്നവൻ പറയുന്നു. നിന്റെ സ്വപ്നം എന്താണെന്ന് അവൾ തിരക്കുന്നു. എന്നിട്ട് അവൻ മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ എനിക്കറിയാം, നിന്റെ ലക്ഷ്യം 10 മില്യൺ ബോൺ വിലയുള്ള ആ ബുദ്ധപ്രതിമ കണ്ടുപിടിക്കുക എന്നതല്ലേ എന്ന് പറഞ്ഞതും ഡോൺലി ശരിക്കും ഞെട്ടുന്നു. ആ ഇരിക്കുന്നത് നിന്റെ വീടിന്റെ ഭാഗത്താണ് എന്നവൾ പറയുന്നു. വിശ്വാസം വരാത്ത അവനോട് ഈ പർവ്വതത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ ബുദ്ധപ്രതിമകളെക്കുറിച്ച് കൊറിയൻ രാജവംശത്തിന്റെ വിവരണം കണ്ടെടുത്തിട്ടുള്ളത്. തീർച്ചയായും അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട് എന്നവൾ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേട്ട് വീട്ടിൽ വന്ന ഡോൺലിക്കും അതിൽ സത്യമുള്ളതുപോലെ തോന്നും. നാളെ തന്നെ വാങ്ങിച്ച എക്യുപ്മെന്റും സാധനങ്ങളുമായി എത്താൻ അവൻ കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കുന്നു. രാവിലെ നടന്നിട്ട് വന്ന അനിയൻ കാണുന്നത് പരമ്പരാഗത വെള്ളവസ്ത്രം ധരിച്ച് അടുത്ത ഫസ്റ്റ് സണ്ണാക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഡോൺലിയാണ്. ഈ സമയത്ത് ലീയെ അന്വേഷിച്ച് സെക്രട്ടറിയും അവിടെ വരും. അവളുമായിട്ട് പോലീസുകാരന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ കൂട്ടാകും. പോലീസുകാരന്റെ ഭാര്യ സെക്രട്ടറിയോട് ജാതിയൊക്കെ തിരക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അവിടെ ഇതൊക്കെ ഉണ്ടല്ലേ. ഡോൺലിയുടെ കുടുംബമാണെങ്കിൽ പണ്ടത്തെ ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പിന്നെ കാണിക്കുന്നത് സെക്രട്ടറിയും അനിയനെയും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുന്ന അമ്മാവന്മാരെയാണ്. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരും കാണാതെ പോലീസുകാരന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കും. പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ച് തിരക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനെ അനുസരിക്കുക, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവ് മരിച്ചാൽ കൂടെ മരിക്കുക എന്ന് പോലീസിന്റെ ഭാര്യ ആംഗ്യം കാണിക്കുമ്പോഴാണ് അവൾ ഡോൺലിയെ കാണുന്നത്. ഉടനെ പുള്ളിക്കാരി നൈസായിട്ട് മുങ്ങുന്നു. സെക്രട്ടറി പതിയെ ഭർത്താവ് മരിച്ചാൽ രണ്ടാമത് കല്യാണം കഴിക്കണം എന്ന് പതുക്കെ പറഞ്ഞതും അനിയൻ ഇതൊക്കെ എന്തിനാ തിരക്കുന്നതെന്ന് പറഞ്ഞ് അമ്മാവന്മാരോട് ചൂടാവുന്നു. ഈ അമ്മാവന്മാർ വിചാരിച്ചിരിക്കുന്നത് ഇവളെ അനിയൻ കല്യാണം കഴിക്കുമെന്നാണ്. ഉടനെ അനിയൻ ഇത് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ്, എന്നെക്കാളും വലിയ പൊസിഷനിലാണ്, അത് മാത്രവുമല്ല എന്നെക്കാളും മൂത്തതാണെന്ന് പറയുന്നു. അത് കേട്ട സെക്രട്ടറിക്ക് ചെറിയൊരു സങ്കടം വരുന്നുണ്ട്. ഈ സമയത്ത് ഡോൺലി അച്ഛൻ നല്ല അറിവുള്ള ആളായിരുന്നത് കൊണ്ട് ആ ബുദ്ധപ്രതിമകളെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അവിടെയൊക്കെ തപ്പുന്നുണ്ട്. അപ്പോഴാണ് ബോസ് അനിയനെ വിളിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ റോഡ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമില്ലേ, ആദ്യം പറഞ്ഞ കുന്നിന് പകരമുള്ള സ്ഥലം, അത് ഇവരുടെ കുടുംബത്തിന്റെ സ്വത്താണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഒപ്പിട്ട് കൊടുത്താൽ ഇവൻ കാരണം കമ്പനിക്ക് ഉണ്ടാവാനിരുന്ന നഷ്ടത്തിന്റെ കണക്ക് മറക്കാം, ഒപ്പം അനിയനെ ജർമ്മനിയിലെ ഇവരുടെ കമ്പനിയുടെ പ്രസിഡന്റ് ആക്കാം എന്ന വലിയ ഓഫറും ബോസ് കൊടുക്കുന്നു. ഇത് കേട്ട് അവൻ തുള്ളിച്ചാടി ഓടി വന്ന് സെക്രട്ടറിയുടെ കയ്യിൽ പിടിക്കുന്നു. ഉടനെ അവൾ കൈമാറ്റിയിട്ട് സഹപ്രവർത്തകയോട് ഇങ്ങനെ പെരുമാറരുതെന്ന് പറയുന്നു. അതിനവൻ ഈ കുടുംബത്തിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴേക്കും നീ എന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ വേറെ നാട്ടുകാരി ആയതുകൊണ്ടാണ്, എന്നാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നീ ഒരു കൊറിയൻ ആയിട്ടാണ്, ഇപ്പോൾ മനസ്സിലായി, നമ്മൾ ചേരില്ലെന്നും പറഞ്ഞ് വിഷമത്തോടെ സെക്രട്ടറി അവിടെ നിന്ന് പോകുന്നു. ഒരു കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ റോറ അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അനിയനെയും കൊണ്ട് റോറ ഡോൺലിക്കൊപ്പം ഊഞ്ഞാലാടാൻ പോയ സ്ഥലത്ത് ഇരിക്കുന്നതാണ്. കാറിൽ തിരിച്ചു വരുന്ന അവളോട് നീ പാടുവാണോ അതോ കരയുവാണോ എന്ന് അനിയൻ തിരക്കുന്നുണ്ട്. അവൾ അവനോട് നീ കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, നിന്റെ ഈ സ്വഭാവം വെച്ച് ഇവിടെയുള്ളവർ ഒപ്പിട്ട് തരില്ല എന്നവൾ പറഞ്ഞതും അവൻ ഞെട്ടി നോക്കുന്നു. ഒപ്പിടാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവൾ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്നുണ്ട്. അച്ഛന്റെ ചടങ്ങുകൾക്ക് വന്ന അതിഥികളോട് സംസാരിച്ചു നിൽക്കുന്ന ഡോൺലിയോട് ഒരാൾ ഇവനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്ന് പറയുന്നു. ഉടനെ അമ്മാവൻ ഇവനൊരു അധ്യാപകനല്ലേ, അതിന്റെ തിരക്കാണെന്ന് സപ്പോർട്ട് ചെയ്യും. ഇവന്റെ അമ്മ മരിച്ചിട്ടും ഇവൻ വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അമ്മാവൻ ആ സമയത്ത് ഇവൻ ഫിലിപ്പൈനിലായിരുന്നു, എന്നിട്ട് ഡോൺലിയെ ആംഗ്യം കാണിച്ചിട്ട് അവിടെ കുറെ ആളുകൾ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. കാര്യം മനസ്സിലായ ഡോൺലി അത് സമ്മതിക്കും. അമ്മാവൻ അയാളോട് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ എത്ര ചോദിച്ചിട്ടും ഇവൻ പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയും. ഉടനെ ഡോൺലി കൈ കാണിച്ചിട്ട് എന്റെ വിരല് വരെ അവർ ഇങ്ങനെയാക്കി, എങ്കിലും എന്റെ രാജ്യത്തെ ഞാൻ ഒറ്റില്ല എന്നൊക്കെ തട്ടിവിടും. ഇതൊക്കെ കേട്ട ആ മണ്ടന് സന്തോഷമായി. അപ്പോഴാണ് അവിടേക്ക് അനിയന്റെ ഒപ്പം ഡോൺലിയുടെ കൂട്ടുകാർ വരുന്നത്. ഡോൺലിയും കൂട്ടുകാരും ചേർന്ന് അവൻ വാങ്ങിയ എക്യുപ്മെന്റ് എല്ലാം സെറ്റാക്കി
മനസ്സിലാക്കി വെക്കും. അനിയൻ ഈ സമയം ഫാമിലി ഹിസ്റ്ററി പഠിക്കുകയാണ്. അതിഥികളിലെ പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കുമ്പോഴാണ് ഫസ്റ്റ് സൺ ആകാനുള്ള വെള്ള ഡ്രസ് ഇട്ട് അനിയനും അവിടേക്ക് വരുന്നത്. ഒരു ഗ്രാൻഡ് എൻട്രി. ഇത് കണ്ട് ഡോൺലി കലി കയറി നിൽപ്പുണ്ട്. വന്നയുടൻ അനിയൻ ആ പ്രധാന അതിഥിയോട് കൃത്യമായിട്ട് അയാളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. അമ്മാവന്മാരും ഡോൺലിയും കിളി പറന്ന മട്ടിൽ അവനെ നോക്കുന്നുണ്ട്. അനിയനാണെങ്കിൽ റോഡ് പണിക്കുള്ള ഒപ്പ് വാങ്ങാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഡോൺലിയും കൂട്ടുകാരും ആരും അറിയാതെ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് അവിടെയൊക്കെ പരിശോധന നടത്തുകയാണ്. കൊണ്ടുവന്ന എക്യുപ്മെന്റ് വഴി പരിശോധന നടന്ന ഡോൺലിയോട് വന്ന അതിഥികളെ സ്വീകരിക്കാതെ ഇവിടെ എന്ത് ചെയ്യുവാണെന്ന് അമ്മാവൻ തിരക്കുന്നു. ഒരു തരി പുല്ലുപോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് പുല്ല് ചെത്തുവാണെന്ന് ഡോൺലി പറയുന്നത് കേട്ട അമ്മാവൻ അവനെ നോക്കുമ്പോൾ, അല്ല, പുല്ല് എന്തായാലും കിളിക്കുമല്ലോ, കിളിക്കുന്നതിന് മുമ്പേ വെട്ടുവാണെന്ന് അവൻ പറയും. ഇവന് വട്ടായോ എന്ന് ചോദിച്ച് അമ്മാവൻ അവിടെ നിന്നും പോകുന്നു. പോലീസുകാരൻ അനിയനെ സപ്പോർട്ട് ചെയ്ത് അപ്പൂപ്പനോട് സംസാരിക്കുന്നുണ്ട്. ഉടനെ അനിയനെ നോക്കിയിട്ട് അപ്പൂപ്പൻ ഇതൊക്കെ അവന്റെ അഭിനയമാണ്, അവൻ പണ്ടേ ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെയൊക്കെ തപ്പിയ ഡോൺലിക്ക് ഫ്രണ്ട്സിനും കുഴിച്ചിട്ട ഒരു കുടം കിട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിൽ അനിയന്റെ കളിപ്പാട്ടങ്ങൾ പണ്ടാരോ കുഴിച്ചിട്ടേക്കുന്നതാണ്. അപ്പോഴാണ് തിളങ്ങുന്ന ഒരു പാത്രം കുഴിച്ചിട്ടതുപോലെ കാണുന്നത്. സ്വർണം കിട്ടിയെന്നും പറഞ്ഞ് മൂന്നും സന്തോഷിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിലൊരു പഴയ ഫോണാണ്. ഡോൺലിയും കൂട്ടുകാരും നടന്നു വരുമ്പോഴാണ് പ്രേതത്തെ ഒഴിപ്പിക്കാനാണെന്നും പറഞ്ഞ് വന്ന ആൾ ഇവരുടെ പൂർവികരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച മുറിയുടെ ഭാഗത്ത് ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നത്. വന്നതും നിന്നതും എല്ലാം ഉടായിപ്പാട്ടോ. കുഴിച്ചെടുത്ത് കിട്ടിയ സാധനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ആ ഫോൺ പണ്ട് ഡോൺലി അമ്മയ്ക്ക് കൊടുത്തതാണ്. ഡോൺലിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിഷമത്തോടെ അവിടെ കിടക്കുമ്പോഴാണ് അനിയൻ അലമാരയിൽ എന്തോ വെക്കുന്നത് ഡോൺലി കാണുന്നത്. അവൻ പോയതും ഡോൺലി കിടന്ന കിടപ്പിൽ ഉരുണ്ടുരുണ്ട്, അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, അലമാരയിൽ പോയി നോക്കും. അനിയൻ വെച്ച ഫോം കണ്ട് ഡോൺലി ഞെട്ടുന്നു. കാരണം അനിയൻ ഇവരുടെ സ്ഥലത്ത് റോഡ് പണി തുടങ്ങിയാൽ ഇവന് പ്രതിമകൾ തപ്പാൻ പറ്റില്ല. മാത്രവുമല്ല, അത് അനിയൻ കണ്ടുപിടിച്ചാൽ ഒന്ന് അവനെടുക്കും. ഞാനായിട്ട് എന്തിനാ 5 മില്യൺ വോൺ അവന് കൊടുക്കണം? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബുദ്ധപ്രതിമകൾ കണ്ടെത്തണമെന്ന് കൂട്ടുകാരോട് ഡോൺലി പറയും. ഇത് പക്ഷേ അനിയൻ ഒളിച്ചു നിന്ന് കേട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പോലീസുകാരന്റെ ഭാര്യ അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. അവൾ ഉടനെ രഹസ്യം രഹസ്യമായി സൂക്ഷിക്കാൻ പറയും. അനിയൻ ഇത്രയും വലിയ കാര്യം ഒരിക്കലും അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല എന്ന് ദേഷ്യപ്പെടുമ്പോൾ, കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലെ ജോലിയും കുറെ വൃത്തികെട്ട ആചാരങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പുകവലി തുടങ്ങിയതെന്ന് പറയും. ഇവള് കരുതിയിരിക്കുന്നത് പുകവലിക്കുന്ന കാര്യം രഹസ്യമാക്കി വെക്കാനാണ്. അല്ലാണ്ട് ഡോൺലി കൂട്ടുകാരോട് സംസാരിക്കുന്നൊന്നും ഇവള് കേട്ടിട്ടില്ല. അനിയൻ നേരെ ചെന്ന് റെക്കോർഡ് ചെയ്തത് ഡോൺലിയെ കേൾപ്പിക്കും. 10% തരാം, ഒരുമിച്ച് നിൽക്കാമോ എന്ന് ഡോൺലി ചോദിക്കും. ഉടനെ അനിയൻ, നീ ഇനി 100% തന്നാലും നീയുമായിട്ട് ഒരു ഡീലിനും ഞാനില്ല. ഈ കുടുംബത്തിലെ എല്ലാം കിട്ടിയിട്ടുള്ളത് നിനക്കാണെന്ന് ദേഷ്യപ്പെടും. ഡോൺലി അവനോട്, എനിക്ക് അവന്മാർ ഓരോന്ന് തന്നത് ഈ കുടുംബത്തിലെ ഫസ്റ്റ് സൺ ആവാൻ വേണ്ടിയാണ്. എനിക്ക് ഒരിക്കലും അതിന് താല്പര്യമില്ലായിരുന്നു. കുഞ്ഞിലെ വല്ല അനാഥനായിട്ട് ജീവിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ, അനിയൻ ഉടനെ, കുഞ്ഞിലെ എനിക്ക് നീ ആകാനായിരുന്നു ആഗ്രഹമെന്ന് പറയും. ഇതും പറഞ്ഞ് രണ്ടും കൂടെ അടി കൂടുമ്പോഴാണ് റോറ അവിടേക്ക് വരുന്നത്. 2 ഗോൾഡിന്റെ ബുദ്ധപ്രതിമയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അടിയിടുന്നതെന്ന് അവൾ തിരക്കും. ഉടനെ അനിയൻ, നീയാണോ ഇത് ഡോൺലിയോട് പറഞ്ഞതെന്ന് ചോദിക്കും. ഉടനെ ഡോൺലി അനിയനോട്, അവളോട് ദേഷ്യപ്പെടേണ്ട, ഇവിടെയാണ് ആ പ്രതിമയെന്ന് മാത്രമാണ് ഇവൾ പറഞ്ഞതെന്ന് പറയും. ഉടനെ അനിയൻ, ഇതിലെന്തോ കള്ളമുണ്ട്, ഇവളാണ് എന്നോട് ഒപ്പ് കിട്ടാൻ ഫാമിലി ട്രീ പഠിച്ച് എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറഞ്ഞത്, ആരാണ് നീ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. അതിനവൾ, ഒരു കാലത്ത് ഞാൻ ചൂൺബേയ്ക്കൊപ്പം താമസിച്ചിരുന്നതാണെന്ന് മറുപടി പറയും. ഉടനെ ഡോൺലി, അതിനാരാ ഈ ചൂൺബേ എന്ന് ചോദിക്കുമ്പോൾ അനിയൻ, അച്ഛന്റെ പേര് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഡോൺലി, ശരിയാണല്ലോ, നമ്മുടെ അച്ഛനാണല്ലോ ചൂൺബേ എന്ന് ചിരിച്ചിട്ട്, ഏ, നീ എന്താ പറഞ്ഞതെന്ന് ഞെട്ടലോടെ ചോദിക്കും. ഉടനെ റോറ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന അനിയനെ തടഞ്ഞിട്ട് വിഷമത്തോടെ, ഞങ്ങളുടെ അമ്മ മരിച്ച ശേഷമായിരുന്നു അത് എന്ന് ഡോൺലി ചോദിക്കുമ്പോൾ വീണ്ടും അനിയൻ ദേഷ്യപ്പെട്ട് മുൻപോട്ട് വരും. ഡോൺലി അനിയനെ മാറ്റാൻ നോക്കുമ്പോൾ മുൻപോട്ടാഞ്ഞ റോറ അവിടെ ഉണ്ടായിരുന്ന എന്തിലോ തട്ടി പറന്ന് മുൻപോട്ട് ബോധം കെട്ട് വീഴും. അനക്കമില്ലാതെ കിടന്ന അവളുടെ പൾസ് നോക്കിയ ഡോൺലി ഞെട്ടി, ഇവൾക്ക് പൾസില്ല, മരിച്ചു എന്ന് പറയും. അപ്പോഴാണ് പോലീസുകാരന്റെ ഭാര്യ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് അവിടേക്ക് ഓടി വരുന്നത്. റോറയുടെ ബോഡി അവൾ കാണാതിരിക്കാനായിട്ട് രണ്ടും കൂടെ ഒരു കിടപ്പുണ്ട്. എന്നിട്ട് അവൾ പോയതിനു ശേഷം ഒരു പാ എടുത്ത് റോറയുടെ ബോഡി മറച്ചിട്ട് ഇവർ അപ്പുറത്തേക്ക് ഓടുന്നു. കള്ളനെന്നും പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്നത് ആ പ്രേതത്തെ പിടിക്കാമെന്ന് പറഞ്ഞ ആളെയാണ്. അവിടേക്ക് പോലീസുകാരൻ കുറച്ച് പോലീസുമായിട്ട് വരുന്നുണ്ട്. പോലീസുകാരന്റെ പ്രകടനം കണ്ടിട്ട് അവന്റെ ഭാര്യ ഇംപ്രസ് ആകുന്നു. അപ്പോഴാണ് അകത്തേക്ക് കയറിയ പോലീസ് എന്തോ കണ്ട പോലെ ബഹളം വെക്കുന്നത്. പണി പാളിയെന്ന് മനസ്സിലാക്കിയ ഡോൺലിയും അനിയനും പേടിച്ച് എല്ലാവരുടെയും കൂടെ അവിടേക്ക് ഓടിച്ചെല്ലും. സംഭവം നമ്മുടെ പോലീസുകാരന്റെ ഭാര്യ വലിച്ച ആ സിഗരറ്റ് കുറ്റികളാണ്. പെട്ടെന്നാണ് വേറെ ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി നോക്കുന്നത്. അവിടെ പായിൽ എന്തോ പൊതിഞ്ഞു കിടക്കുന്നത് കണ്ട എല്ലാവരും അവിടേക്ക് ചെല്ലുന്നു. ഡോൺലിയും അനിയനും പേടിച്ചു നിൽപ്പുണ്ട്. എന്നാൽ പാ പൊക്കി നോക്കിയപ്പോൾ അതിനടിയിൽ കുറെ തടികളാണ്.
പ്രേതത്തെ പിടിക്കാൻ വന്ന കള്ളനെ പോലീസ് വലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് റോറ അവിടേക്ക് വരുന്നത്. എന്നാൽ ഡോൺലിയുടെയും അനിയന്റെയും അടുത്തേക്ക് വന്നതും അവൾ പിന്നെയും തലകറങ്ങി വീഴും. ഉടനെ രണ്ടും കൂടെ അവളെ താങ്ങി പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത്. ഇവന്മാർ ഇതെന്താണ് ചെയ്യുന്നതെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഡോൺലിയും അനിയനും തിരിഞ്ഞിട്ട് റോറയ്ക്ക് തല ചുറ്റിയതാണെന്ന് പറയും. ഇത് കേട്ട അമ്മാവൻ ഉടനെ "അതാരാ ഈ റോറ? നിനക്കൊക്കെ എന്താ വട്ടായോ?" എന്ന് ചോദിക്കും. അപ്പോഴാണ് മുട്ടനൊരു ട്വിസ്റ്റ്. റോറ ഇവരുടെ അടുത്തില്ല. സംഭവം നമ്മുടെ വിസ്മയത്തുമ്പത്താണ്. ഇവന്മാര് കാണുന്ന റോറയെ വേറെ ആരും കാണുന്നില്ല. അത് മനസ്സിലാക്കാതെ ഡോൺലിയും അനിയനും റോറയോട് "ഇത് ഞങ്ങളുടെ അമ്മാവനാണ്. പുള്ളിക്ക് ഒരു പിരി പോയിട്ടുണ്ടെന്ന്" പറയും. ഇത് കേട്ട അമ്മാവൻ ദേഷ്യത്തോടെ ബഹളം വെക്കും. ഉടനെ പോലീസുകാരൻ ഇവന്മാരോട് "നീയൊക്കെ എന്തിനാടാ ആരാണ്ട് കൂടെയുള്ളതുപോലെ നിൽക്കുന്നേ" എന്ന് തിരക്കുമ്പോഴാണ് റോറ ഇവരുടെ അടുത്തു നിന്നും അവർക്കിടയിലേക്ക് നടക്കുന്നത്. ഉടനെ ഡോൺലി "നിനക്കൊക്കെ കണ്ണ് കണ്ടൂടെ? അവളല്ലേ നിങ്ങളുടെ അടുത്ത് കൂടെ നടക്കുന്നത്" എന്ന് ചോദിക്കും. അപ്പോഴാണ് അനിയൻ അത് കണ്ട് ഞെട്ടുന്നത്. കാരണം റോറയ്ക്ക് നിഴലില്ല. അന്നിവര് റോറയോട് സംസാരിക്കുന്ന സമയത്തൊന്നും അവിടെ അങ്ങനെ ഒരു ആളില്ലായിരുന്നു. ഇത് പ്രേതമാണെന്നും പറഞ്ഞ് അനിയൻ നിലവിളിക്കും. ഉടനെ റോറ അങ്ങനെ വിളിക്കരുതെന്ന് ദേഷ്യപ്പെടുന്നു. ഉടനെ നമ്മുടെ അമ്മാവൻ നേരത്തെ പിടിച്ച കള്ളനെ മുൻപിലോട്ട് പിടിച്ചിട്ടിട്ട് "നീ എന്തായാലും പ്രേതത്തെ പിടിക്കാൻ വന്നതല്ലേ, ഇപ്പോൾ ഇവിടെ ഒരു പ്രേതമുണ്ട്, പിടിച്ചോളാൻ" പറയും. ഉടനെ അയാള് ഇത് പ്രേതമാണെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെട്ടതും റോറ "ഞാൻ പോകില്ലെന്ന്" പറഞ്ഞ് അലമുറയിടും. അത് പിന്നെ എല്ലാ പ്രേത സിനിമയിലും ഉണ്ടല്ലോ. അവിടെ മൊത്തം കാറ്റടിച്ചുടനെ കറണ്ടും അങ്ങ് പോകും. പെട്ടെന്നാണ് കറണ്ട് വരുന്നത്. എല്ലാവരും നോക്കുമ്പോൾ റോറ നിന്ന സ്ഥലത്ത് ഒരു കുഴിയാണ് കാണുന്നത്. പെട്ടെന്നാണ് കള്ളൻ നിലത്ത് കുത്തിയിരുന്നിട്ട് "അയ്യോ, എന്നെ ഉപദ്രവിക്കരുതേ" എന്ന് പറഞ്ഞ് കരയുന്നത്. ഉടനെ അപ്പൂപ്പന് അയാളെ മനസ്സിലാവും. ഈ കുടുംബത്തിലെയാണ് ഇയാളും. ഡോൺലിയുടെ അച്ഛന് പകരം ഫസ്റ്റ് സൺ ആവേണ്ടിയിരുന്നത് ഇയാളായിരുന്നു. എന്നാൽ ഇയാൾക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നാട് വിട്ടുപോകും. അതിനുവേണ്ടി ദത്തെടുത്തതാണ് ഡോൺലിയുടെ അച്ഛനെ. മനസ്സിലായോ? ശരിക്കും ഡോൺലിയുടെ അച്ഛൻ ഈ കുടുംബത്തിലെ അല്ല, ദത്തെടുത്തതായിരുന്നു. ഇതറിയുന്ന അനിയനും ഡോൺലിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. പിറ്റേന്ന് വിലപിടിച്ച എല്ലാം തപ്പിയെടുത്തിട്ട് ഡോൺലി നാട് വിടും. അപ്പോഴാണ് പോലീസുകാരനോട് "ഇനി നീയാണ് ഫസ്റ്റ് സൺ ആവേണ്ടതെന്ന്" അമ്മാവൻ പറയുന്നത്. അത് കേട്ടതും അവന്റെ ഭാര്യ ബോധം കെട്ട് വീഴുന്നുണ്ട്. അമ്മാവൻ പോലീസുകാരനോട് ഡോൺലിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഉടനെ അവിടേക്ക് വന്ന അനിയൻ "സത്യത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് കണ്ടിട്ടുണ്ടോ? സ്വന്തം ചോരയായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറയുമായിരുന്നോ?" എന്നൊക്കെ ചോദിക്കും. നാട് വിട്ടു പോകുന്ന ഡോൺലിയെ അനിയൻ വിളിക്കും. "നിനക്ക് മര്യാദയ്ക്ക് മോഷ്ടിക്കാൻ പോലും അറിയത്തില്ലേ?" എന്ന് ദേഷ്യത്തോടെ ചോദിക്കും. "അമ്മയുടെ മരണച്ചടങ്ങിനോ നമ്മളില്ലായിരുന്നു. ഇപ്പോൾ അച്ഛന്റെ ചടങ്ങിന് നമ്മൾ വേണ്ടേ?" എന്ന് ചോദിക്കുമ്പോഴാണ് റോറ അതുവഴി നടക്കുന്നത് ഡോൺലി കാണുന്നത്. അത് കണ്ട് ടെൻഷനായി തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ വീണ്ടും റോറയെ കണ്ട് വണ്ടിയുടെ നിയന്ത്രണം പോകും. അപകടം പറ്റി കിടക്കുന്ന ഡോൺലിയുടെ തൊട്ടടുത്ത സീറ്റിൽ റോറ ഇരിക്കുന്നത് കാണും. "ആ കാർഡ് എന്റെ അല്ല, എന്റെ പേര് റോറ അല്ല" എന്ന് അവള് പറയുന്നുണ്ട്. പേടിച്ച് കരയുന്ന ഡോൺലിയുടെ അടുത്തേക്ക് അനിയൻ വരും. "പ്രേതം, പ്രേതമെന്നും" പറഞ്ഞിട്ട് ഡോൺലി ബോധം കെടും. അപ്പോഴേക്കും പോലീസും അവിടെ വരും. ഡോൺലി അവിടെയുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അവന്റെ അമ്മ ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതിലാണ് അവന് സങ്കടം. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ അപ്പുപ്പൻ കാടിവെള്ളം കൊണ്ടുവന്ന് അവന്റെ തലവഴി ഒഴിക്കുന്നുണ്ട്. അമ്മാവൻ ഒപ്പിട്ട പേപ്പർ അനിയന് കൊടുത്തിട്ട് "നിന്റെ അച്ഛനെ ഒരിക്കലും ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. എനിക്ക് എന്റെ 40 വർഷത്തെ സുഹൃത്തിനെയും" എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അനിയൻ ആ പേപ്പർ ഉടനെ തന്നെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പൂപ്പൻ കാടി ഒഴിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ഡ്രസ്സാണ് ഡോൺലി ഇട്ടിരിക്കുന്നത്. "എനിക്കിതൊക്കെ ഇപ്പോഴും ഇടാൻ പറ്റുന്നുണ്ടെന്ന്" അവൻ അഭിമാനം കൊള്ളുമ്പോൾ "നീ അനങ്ങല്ലേ, അനങ്ങിയാൽ ആ തുണി കീറും. ഈ താറാവിന് ഇത്രയും വലിപ്പമുണ്ടായിരുന്നോ?" എന്നൊക്കെ അനിയൻ കളിയാക്കുന്നുണ്ട്. "നിന്നെ പോലെ ഇത്രയും മസിൽ ഉണ്ടായിരുന്നെങ്കിൽ" എന്ന് അനിയൻ പരാതി പറയുമ്പോൾ "നിന്നെ കാണാൻ നല്ലതാണല്ലോ" എന്ന് ഡോൺലി തിരിച്ചു ചോദിക്കും. ഇവര് രണ്ടും കൂടെ അമ്മയെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും അമ്മയെ കാണാൻ പറ്റിയിട്ടില്ല. രണ്ടുപേർക്കും അച്ഛനെ അത്ര ഇഷ്ടമൊന്നുമല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഡോൺലി കുഴിച്ചെടുത്ത സാധനങ്ങൾ അനിയൻ കാണുന്നത്. അവൻ അതിൽ കാണുന്ന ആ ഫോൺ എടുത്ത് ചാർജിലിടും. ഡോൺലി കട്ടെടുത്ത സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആ കൊത്തിവെച്ച ഫലകം കാണുന്നത്. അതിൽ അച്ഛന്റെ ജീവിതമാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലെ ഫസ്റ്റ് സൺ ഇങ്ങനെ എഴുതണം. അതിൽ ഇവരുടെ അമ്മയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇവര് കരുതിയ പോലെ അല്ല കാര്യങ്ങള്. അമ്മയുടെ അസുഖം അറിഞ്ഞ അച്ഛൻ നിർബന്ധിച്ച് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കും. എന്നാൽ അമ്മയാണ് അച്ഛൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും "അതൊന്നും വേണ്ട" എന്നൊക്കെ പറഞ്ഞ് പോകാതെ ഇരുന്നത്. അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹത്തിലാണ് ജീവിച്ചത്. പക്ഷെ അതൊന്നും ഈ മക്കൾക്ക് മനസ്സിലായില്ല. അസുഖം കൂടിയതോടെ അമ്മ ചെറിയ കുട്ടികളെ പോലെ പെരുമാറാൻ തുടങ്ങി. അച്ഛൻ അപ്പോഴും ഒരു പരാതി പറയാതെ അമ്മയെ നോക്കി. അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഓർക്കിഡ് ചെടി പോലും അച്ഛൻ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മ പോലും നഷ്ടപ്പെട്ടിരുന്നു. ഭർത്താവിനെയോ മക്കളെയോ ഒക്കെ അമ്മ മറന്നുപോയിരുന്നു. അച്ഛനോട് അമ്മ "നിങ്ങൾ വേലക്കാരനാണോ? എനിക്ക് മക്കളുണ്ടോ?" എന്നൊക്കെ ചോദിക്കും.
അതിനച്ഛൻ, നിങ്ങൾക്ക് 2 മക്കളുണ്ട്. അതിലെ മൂത്തയാൾ ഒരുപാട് സ്വപ്നങ്ങളുള്ളവനാണ്. രണ്ടാമൻ നല്ല സ്മാർട്ടാണെന്ന് പറയും. ഇത് കേട്ട അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അമ്മയുടെ മരണച്ചടങ്ങിൽ ആദ്യത്തെ സണ്ണാകാൻ ഡോൺലിയെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് അച്ഛൻ കേൾക്കും. ഡോൺലിയെയും അനിയനെയും വിളിക്കാൻ നമ്പർ ചോദിക്കുമ്പോൾ അച്ഛൻ കൊടുക്കുന്നത് അമ്മയ്ക്ക് ഡോൺലി കൊടുത്ത ഫോണിന്റെ നമ്പരാണ്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഫോൺ ഉള്ള കാര്യം ബന്ധുക്കൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇവരുടെ ജീവിതം ഇവിടെ നിന്ന് നശിക്കാതിരിക്കാനാണ് അന്ന് അമ്മയുടെ ചടങ്ങിൽ വന്ന ഡോൺലിയോടും അനിയനോടും വഴക്കിട്ട് അച്ഛൻ അവരെ പറഞ്ഞയച്ചത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ ആരും കാണാതെ കരയുന്നുണ്ട്. അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഓർക്കിഡ് അച്ഛൻ ഇവരുടെ സ്ഥലത്ത് നടുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛൻ അമ്മയെ. ഇതൊക്കെ വായിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഡോൺലിയോ അടുത്തേക്ക് അനിയൻ ഓടി വന്ന് ഫോൺ കാണിക്കും. അതിൽ കുട്ടിക്കാലത്തെ ഡോൺലിയുടെയും അനിയന്റെയും ഫോട്ടോയും ഒപ്പം നിൽക്കുന്ന റോറയും കണ്ട് ഇവർ ഞെട്ടും. രണ്ടും കൂടി ഓടി റോറ ഊഞ്ഞാലാടിയ സ്ഥലത്തെത്തി അവളെ വിളിക്കും. ഇത് ഇച്ചിരി സെന്റ് സീനാണ് കേട്ടോ. എത്രയൊക്കെ വിളിച്ചിട്ടും ഒരു പ്രതികരണവുമില്ല. ഉടനെ ഡോൺലി കരഞ്ഞുകൊണ്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കും. ഉടനെ അനിയനും അമ്മേ എന്ന് വിളിച്ച് കരയും. അപ്പോഴും അനക്കമില്ല. പെട്ടെന്നാണ് ഡോൺലി അനിയനോട്, നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ഓഫീസിലെത്തി ആ പേപ്പർ വാങ്ങണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകും. അപ്പോൾ ആ ഊഞ്ഞാലിങ്ങനെ പതിയെ ആടാൻ തുടങ്ങും. അങ്ങനെ അനിയന്റെ ഓഫീസിലെത്തുമ്പോഴാണ് ഡോൺലിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോകുന്നത്. ബോസിന്റെ ക്യാബിനിൽ കയറിയ അനിയൻ ആ ഡോക്യുമെന്റ് പിടിച്ചു വാങ്ങി അതുമായിട്ട് ഓടും. പിറകെ ചെന്ന് തടയാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സെക്രട്ടറി വന്ന് അതെടുത്തോണ്ട് പോകും. ഉടനെ ബോസ് വന്ന് നിലത്ത് കിടക്കുന്ന അനിയനെ ഉപദ്രവിക്കും. ഇവൻ ഇതെവിടെ പോയെന്നും ചോദിച്ച് ഡോൺലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉടനെ താഴെ കിടന്ന അനിയൻ, എവിടെ പോകുവാടാ, എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് നിലവിളിക്കും. ഉടനെ അടുത്ത് നിന്ന ബോസിനോട് ഡോൺലി, നീയാണോ ബോസ് എന്ന് ചോദിച്ച് അയാൾ അതേ എന്ന് പറഞ്ഞതും എന്നെ അനിയനെ തൊടുന്നോടാന്നും ചോദിച്ച് മൂക്കിനിട്ട് ഒരൊറ്റ പഞ്ചാണ്. ഇതേതാ ഈ കാട്ടുപന്നി എന്ന് അടികൊണ്ട് ബോസ് ചോദിക്കുമ്പോൾ അനിയൻ, ഇതെന്റെ ചേട്ടനാടാ, ദേഹം മൊത്തം മസിലാണെന്ന് പറയും. ഇത് കേട്ട ഡോൺലി സ്നേഹത്തോടെ ചിരിക്കും. ഈ സമയം ആ പേപ്പർ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്കുന്നത് കണ്ട അനിയൻ അവനെ ചവിട്ടാനായിട്ട് ചാടി വരുമ്പോൾ അവിടുന്ന് മാറി ഉടനെ തന്നെ ഭിത്തിയിൽ പോയിട്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് വന്ന ബോസ് ഒപ്പിട്ട പേപ്പർ ആർക്ക് കിട്ടുന്നോ അവർക്ക് 1000% ബോണസായി കിട്ടുമെന്ന് പറയുന്നു. ഉടനെ അതുവരെ കളി കണ്ടുകൊണ്ടിരുന്ന ഓഫീസിലെ എല്ലാം കൂടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാനായിട്ട് നോക്കും. പിന്നെ ഒരു ബഹളമാണ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ നാട്ടിൽ അച്ഛന്റെ അവസാനഘട്ട ചടങ്ങുകളും പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ശരീരം അടക്കാൻ പോവുകയാണ്. ഉടനെ ആ ഓടിപ്പോയ മനുഷ്യൻ അവരെ തടയും. പിള്ളേര് വരാതെ അടക്കണ്ട എന്ന് പറയും. ഉടനെ അമ്മാവൻ, അവരിവിടെ വേണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം, പക്ഷെ ഈ സമയത്തും ഓടിപ്പോവുകയല്ലേ അമ്മമാർ ചെയ്തത് എന്ന് ദേഷ്യപ്പെടും. അവര് തമ്മിൽ തർക്കിക്കുമ്പോൾ അനിയനും ഡോൺലിയും അവിടേക്ക് വരും. അനിയനും ഡോൺലിയും അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നതോർക്കും. ആ പേപ്പർ ഇവർക്ക് കിട്ടിയില്ല. അനിയൻ കരഞ്ഞുകൊണ്ട് അമ്മയെ ഓർക്കുന്നുണ്ട്. അപ്പോഴാണ് ഡോൺലി കരഞ്ഞുകൊണ്ട് അച്ഛനോട് സോറി പറയുന്നത്. ഇവര് കരയുന്നത് കണ്ട അമ്മാവന്മാരും ആന്റിമാരും എല്ലാവരും കൂടെ കരയും. അപ്പോഴാണ് അവിടേക്ക് അമ്മയുടെ ആത്മാവ് വരുന്നത്. അമ്മയും കരഞ്ഞുകൊണ്ട് അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കും. കല്യാണം കഴിഞ്ഞ് വരുന്ന വഴി അച്ഛനാണ് അമ്മയ്ക്ക് ആ കുന്നും അവിടുത്തെ ഊഞ്ഞാലും കാണിച്ചു കൊടുക്കുന്നത്. അതുമല്ല, എപ്പോഴും അമ്മയുടെ ആത്മാവിന്റെ കയ്യിലുണ്ടായിരുന്ന കുട ആദ്യമായി അവിടേക്ക് വരുമ്പോൾ അച്ഛൻ കൊടുത്തതാണ്. അച്ഛന് പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ആ കുന്ന്. അവിടെ വെച്ച് അമ്മയെ ഊഞ്ഞാലിൽ ആട്ടുമായിരുന്നു. ഒപ്പം കുട്ടികളായിരുന്ന ഡോൺലിയെയും അനിയനെയും അമ്മയെയും നിർത്തി ഫോട്ടോയും എടുക്കും. ചടങ്ങൊക്കെ കഴിഞ്ഞ് അനിയനും ഡോൺലിയും, എന്നാലും അമ്മയുടെ ചെറുപ്പത്തിലെ രൂപം നമ്മൾ എന്താ മറന്നതെന്ന് ചോദിക്കും. അച്ഛനമ്മമാരുടെ ചെറുപ്പം നമ്മൾ കാണുന്നത് ഫോട്ടോകളിലൂടെയാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കി നമ്മൾ നടന്നതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് ഡോൺലി മറുപടി കൊടുക്കും. 32 കൊല്ലത്തിനിടെ ആദ്യമായിട്ടാ നീ എന്റെ ചേട്ടനാണെന്ന് തോന്നുന്നതെന്ന് അനിയൻ പറയുന്നു. അപ്പോഴാണ് ഡോൺലി ആ കുന്നിൽ ഒരു ചെടി പൂത്തു നിൽക്കുന്നത് കണ്ട് ഞെട്ടുന്നത്. അമ്മയുടെ മരണശേഷം അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഓർക്കിഡ് അച്ഛൻ അവരുടെ ഈ കുന്നിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പൂത്തു നിൽക്കുന്നത്. സംഭവം, ഈ ഓർക്കിഡ് വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. വംശനാശം വന്നതാണ്. ഇതിവിടെ പൂത്തു നിൽക്കുന്നതറിഞ്ഞ പത്രക്കാരും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരുമൊക്കെ അവിടേക്ക് വരും. അങ്ങനെ വംശനാശം വന്ന ആ ചെടി കണ്ടുപിടിച്ചതിന്റെ പേരിൽ അനിയനും ഡോൺലിയും പ്രശസ്തരാകും. ഫോട്ടോയൊക്കെ പത്രത്തിൽ വരുന്നത് കണ്ട കുടുംബക്കാരെല്ലാം ഹാപ്പിയാകും. എന്നാൽ ഇതൊക്കെ കണ്ട് ബോസ് ദേഷ്യപ്പെടും. അച്ഛൻ നടാതെ തന്നെ അപ്പുറത്തു മാറി കുറച്ച് ഓർക്കിഡിന്റെ ചെടികൾ പുതിയതായി കിളിച്ചു വരുന്നുണ്ട്. ഡോൺലിയും അനിയനും ആ സ്ഥലത്തിരുന്ന് ഊഞ്ഞാലാടുകയാണ്. ഇപ്പോൾ അവർക്കും ആ സ്ഥലം ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കടമൊക്കെ തീർത്തോ എന്ന് അനിയൻ തിരക്കുമ്പോൾ അതൊക്കെ തീർന്നു, പക്ഷെ നോർത്ത് പോളിൽ ധാരാളം ഡയമണ്ട് ഉണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള പുതിയൊരു യന്ത്രം വാങ്ങിയിട്ടുണ്ടെന്ന് ഡോൺലി പറയും. നീ തിരിച്ചിവിടേക്ക് വരണം. സെക്രട്ടറിയും അനിയനും തമ്മിൽ സെറ്റായിട്ടുണ്ട്. ഇവിടെ എന്തോ ഒന്ന് തുടങ്ങാനുള്ള പ്ലാനാണ് ഇവർക്ക്. അതിന് ഡോൺലി വീക്ക്ലിംഗ് വരാമെന്ന് പറയുന്നു. ഉടനെ അനിയൻ വീക്കെൻഡ് ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും.
ഓരോന്ന് പറഞ്ഞ് രണ്ടും കൂടെ സ്നേഹത്തോടെ പോകുമ്പോഴാണ് ആ ഊഞ്ഞാലിന്റെ അടിയിൽ സ്വന്തമായിട്ട് ഓർക്കിഡ് കിളിച്ചില്ലേ, അതിന്റെ അടിയിലാണ് ശരിക്കും ബുദ്ധന്മാരുടെ സ്വർണ്ണ പ്രതിമകൾ ഉള്ളത്. അത് കാണിച്ച് സിനിമ ഇവിടെ അവസാനിക്കുന്നു. നല്ല സിനിമ കേട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത സിനിമയുമായി കാണാം. ടാറ്റാ.